അസ്സലാമലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുന്ന അവസ്ഥ വരാതിരിക്കുവാനുള്ള ഒരു കാര്യം പറഞ്ഞു തരാനാണ്. അത് എന്തിനു വേണ്ടിയാണെങ്കിലും ശരിയാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് കടം വാങ്ങാതിരിക്കാൻ ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്നതാണ് ഈ ഇസ്മ. അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഇസ്മ ചൊല്ലുന്നത് കാരണമായി തന്നെ നമുക്ക് പൈസയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. അതുപോലെ തന്നെ ജീവിതം വഴിമുട്ടിയവർക്കും നമ്മളിൽ ചിലരെങ്കിലും ആലോചിക്കാറുണ്ട്, നാളെ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നമുക്ക് വിഷമിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഇസ്മിനെ നിങ്ങൾ പതിവാക്കിയാൽ അത്ഭുതങ്ങൾ നടക്കും. കാരണം അത്രയധികം പ്രാധാന്യമുള്ള ഒരു ഇസ്മിനെ തന്നെയാണ് പറയുന്നത്. യാ അസീസു യാ അല്ലാ. ഇസ്മെന്ന് പറയുന്നത് യാ അസീസു യാ അല്ലാ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ ഒരു നാമം തന്നെയാണ്. പ്രതാപമുള്ളവനെ എന്നാണ് അർത്ഥം. അധികാരം, പദവി, അന്തസ് നമുക്ക് കൈവെടിയാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇസ്മാണ്. ഇത് 40 തവണയാണ് ചൊല്ലേണ്ടത്. അതായത് 40 തവണ 40 ദിവസങ്ങളിലായിട്ട് ചൊല്ലുക. നമുക്ക് മനസ്സിൽ ഈ ഒരു കാര്യം അല്ലെങ്കിൽ പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് 40 ദിവസം ചൊല്ലാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 40 തവണ ചൊല്ലുക. മറ്റുള്ളവരിലേക്കും കൂടി ഇത് എത്തിച്ചു കൊടുക്കുക. അതിന്റെ സ്വതക്ക നിങ്ങൾക്കാണ് കിട്ടുന്നത്. കാരണം ഒരു അറിവ് പകർന്നു കൊടുക്കുന്നതിലൂടെ ഒരു സ്വതക്കയാണ് കിട്ടുന്നത്. അത് പാഴാക്കാതിരിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ദിക്ർ പതിവാക്കുവാനും അള്ളാഹു അതിന്റെ അനുഗ്രഹം നമുക്ക് തരട്ടെ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് കമന്റിലൂടെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കും ചെയ്യണേ. മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനലിന്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആരെങ്കിലും പുതിയതായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി കിട്ടണം എന്ന് കരുതിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താല്പര്യമില്ല, എനിക്കിത് കാണണ്ട എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ പഠിക്കണം. നമുക്ക് പുതിയ അറിവുകൾ നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിൽ അത് ചൊല്ലണം. ഇന്ന കാര്യങ്ങൾക്ക് നമുക്ക് ചൊല്ലണം. നമ്മുടെ ജീവിതത്തിന് പച്ച പിടിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോസ് എല്ലാം കാണുക. മനസ്സറിഞ്ഞ് മനസ്സുരുകി ദുആ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കാതിരിക്കില്ല. അത് സുനിശ്ചിതം, ഉറപ്പാണ്. അതുപോലെ ഈ പറയുന്ന ദിക്റിനെ, ഈ ഇസ്മ പതിവാക്കുക. എല്ലാവരും പതിവാക്കുക. ഇപ്പൊ എനിക്ക് വേണ്ട, എനിക്കതുണ്ടല്ലോ അല്ലെങ്കിൽ ഇത് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചൊല്ലാതിരിക്കരുത്. നമുക്ക് ഏത് സമയവും ഏത് സന്ദർഭത്തിലും ആവശ്യം വരുന്ന ഒരു കാര്യമാണ് പണം എന്നുള്ളത്, അല്ലെ? പണമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പണം ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അന്തസ്സും അഭിമാനവും അതുപോലെ പദവി, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനസ്സുരുക്കി റബ്ബിനോട് ദുആ ചെയ്യുക. ഈ ഇസ്മിനെ നിങ്ങൾ പതിവാക്കുക. അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസ് ഒക്കെ കയറി കാണുക. ചാനൽ കൃത്യമായിട്ട് കാണുക. കണ്ടിട്ട് അതിൽ പറയുന്നത് പോലെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉറപ്പ് തന്നെയാണ്. വീണ്ടും പറയുകയാണ്, ഇന്നു മുതൽ തുടങ്ങുക, ചൊല്ലി. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.